ശ്രീ ജോസൂട്ടി താങ്കൾ നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് വെച്ച് ഈ മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇത് മെഹ്മൂദ് ഖുറേഷി നേരത്തെ ഷാ മെഹ്മൂദ് ഖുറേഷി ഫിനാൻസ് മിനിസ്റ്റർ നേരത്തെ അക്കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വളരെ മയത്തോടെയും അല്ലെങ്കിൽ വളരെ മയപ്പെട്ട വാക്കുകളിലാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ മേധാവികൾ പരാമർശിക്കുന്നത് പോലും. ഇത് ഇന്ത്യ ഇത്ര വലിയൊരു പ്രശ്നത്തിന് നടുവിൽ നിന്ന് അതിശക്തമായുള്ള എതിർപ്പറിയിക്കുമ്പോൾ തന്നെയും മസൂദ് അസറിനെ സംരക്ഷിച്ചു നിർത്തും എന്ന നിലപാട് തന്നെയാണോ ആ ഭാഗത്തു നിന്ന് വരുന്നത്? ആ കാര്യങ്ങളിൽ അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെയാണ് പാകിസ്ഥാന് ഞങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശം അയക്കുകയാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കുക? ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് ലോകത്തിന് ബോധ്യമാകുന്നത്. പുൽവാനയിൽ നടന്ന ഭീകര ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനയുടെ തലവനാണ് മസൂദ് അസർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ പാകിസ്ഥാനിൽ വേണ്ട നടപടികൾ എടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് പകരം അദ്ദേഹം രോഗാവസ്ഥയിലാണെന്നും അദ്ദേഹം ആശുപത്രിയിലാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ജെയ്ഷെ മുഹമ്മദ് ഔദ്യോഗികമായി ഏറ്റെടുത്തോ? ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നോ? അവർ പറഞ്ഞു ഔദ്യോഗികമായിട്ട്, അവരുടെ വക്താക്കൾ പല ട്വിറ്ററിലും മറ്റും ഒക്കെ പറഞ്ഞു ഇത് ജെയ്ഷെ മുഹമ്മദ് നടത്തിയതാണ്. അവർ അത് ഔദ്യോഗികമായ ഒരു റിട്ടൺ ഡോക്യുമെന്റ് തന്നതിനേക്കാൾ ഉപരിയായി അവരുടെ വക്താക്കൾ അത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും അതുതന്നെയാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു സംഘടനയുടെ നേതാവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നിടത്താണ് ഈ ഇമ്രാൻഖാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് തടസ്സം വരുന്നത്. ആത്മാർത്ഥമായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സൈനികനെ വിട്ടുതരുന്നതിനോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് പറയേണ്ടതാണ് ഇത്തരത്തിലുള്ള കൊടുംഭീകരന്മാരെ പാകിസ്ഥാൻ സംരക്ഷിക്കില്ല എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകുവാൻ പാകിസ്ഥാൻ തയ്യാറാവണം. അത് തയ്യാറാകാത്തതാണ് ഇന്ത്യക്ക് ചർച്ചയ്ക്ക് പോകുവാൻ താല്പര്യമില്ലാത്തതും. അല്ലെങ്കിൽ ആരോട് ചർച്ച ചെയ്യണം, എന്തിന് ചർച്ച ചെയ്യണം, എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പാകിസ്ഥാന് സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ ഇവിടെ നടത്തിയ അക്രമത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല. നമ്മൾ ആക്രമിച്ചിട്ടുള്ളത് തീർത്തും ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രമാണ്. അതായത് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കോ എതിരല്ല, അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഭീകരവാദത്തിനാണ് നമ്മൾ എതിർ. അതിനെ സംരക്ഷിക്കുന്ന നയമാണ് പാകിസ്ഥാൻ പുലർത്തുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനോട് യാതൊരു പരാമർശനവും കാണിക്കാതെ ലോകരാഷ്ട്രങ്ങൾ മൊത്തം അത് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ അതിനോട് ഒരു പ്രതികരണവും നടത്താതെ ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാകുക എന്ന് പറയുന്നതിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. അത് ലോകത്തിൻ്റെ മുന്നിൽ ധാർമ്മികമായ ഒരു മേൽക്കൈ, ഒരു സംഘർഷമുണ്ടായപ്പോൾ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഇന്ത്യ എന്നാൽ ചർച്ചകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നു, ആ ഒരു ചിത്രം വരച്ചു കാട്ടിക്കൊണ്ട് പാകിസ്ഥാനാണ് കൂടുതൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രം അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രം എന്നൊരു സന്ദേശം നൽകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പാകിസ്ഥാൻ അവിടെ നൽകുന്നത്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമാധാനത്തിനുള്ള ഒരു ചുവടുവെപ്പായി പാകിസ്ഥാൻ കാണിക്കുന്ന ഈ കൈമാറ്റത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ആവർത്തിച്ച് ചോദിക്കുവാനും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് ഈ നമ്മുടെ സൈനികനെ വിട്ടു തന്നാൽ കൂടി ശക്തമായ ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള സന്ദേശം കൊടുത്തുകൊണ്ടുള്ള സന്ദേശമാണ് നമ്മുടെ സേനാധിപന്മാരുടെ സംയുക്ത പത്രസമ്മേളനത്തിലും അതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ജോസുകുട്ടി താങ്കളിലേക്ക്. ഡോക്ടർ അനിൽകുമാർ, ഇവിടെ ഇനി എന്ത് എന്നതാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് അഭിനന്ദൻ വർദ്ധമാൻ അല്പസമയത്തിന് ശേഷം എത്തും. 2 മണി അല്ലെങ്കിൽ 4 മണിക്കകം എന്തായാലും അദ്ദേഹം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാകും. അതൊരു പീസ് ഗസ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് എന്ന അവകാശവാദം അവിടെയുണ്ട്. വളരെ നല്ല വാക്കുകളാൽ യുദ്ധം ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്, നമ്മുടെ കാൽക്കുലേഷൻ പിഴച്ചു പോകാം, ഒരു യുദ്ധവും കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട നിലയ്ക്ക് പോയിട്ടില്ല എന്നതൊക്കെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. ഒരു ആധുനിക സമൂഹത്തിന് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ അദ്ദേഹം യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ അപ്പോഴും അഭിനന്ദൻ വർദ്ധമാൻ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ, ഭീകരവാദിയായിട്ടുള്ള മസൂദ് അസർ അവിടെ തന്നെ ഉണ്ട് എന്ന കാര്യങ്ങൾ, ഇത്തരം ആക്രമണങ്ങൾ, നമ്മുടെ 40 പട്ടാളക്കാരുടെ ജീവൻ പോയ സംഭവം, ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും അദ്ദേഹം ഇങ്ങനെ എല്ലാവർക്കും ബോധ്യപ്പെടാവുന്ന വാക്കുകളാൽ, ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത വാക്കുകളാൽ സമാധാന സന്ദേശം പ്രസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമുക്ക് അഭിനന്ദൻ വർദ്ധമാനെ വിട്ടുകിട്ടുമ്പോഴും ഒക്കെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതായത് അവർ ഒരു സമാധാനത്തിൻ്റെ സന്ദേശം ഇങ്ങോട്ട് പ്രസരിപ്പിച്ചിരിക്കുന്നു, ഇനിയൊന്നും ചെയ്യാനാവുകയില്ല
ഇനി ചർച്ചകളിലേക്ക് പോവുക മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന നിലയിലേക്കാണോ രാജ്യം പോകേണ്ടത്? തീർച്ചയായിട്ടും. അതായത് വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞാൽ, വിരുദ്ധമായിട്ടുള്ള രാഷ്ട്ര താല്പര്യങ്ങൾ ഉള്ള രാജ്യങ്ങളുമായി പോലും ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു ധാർമ്മികമായ മേൽക്കൈ നേടിയെടുത്തത് ഇന്ത്യ പുലർത്തി പോകുന്ന മൂല്യാധിഷ്ഠിതമായ ധാർമ്മികമായ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. ആ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ നിലപാടുകളുടെ മുകളിൽ ഒരു മേൽക്കൈ നേടുവാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എക്കാലവും പാകിസ്ഥാനോടൊപ്പം ഇടപാടുകൾ നടത്തിയിട്ടുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ അവരുമായി സൗഹൃദം ഊട്ടിയുറപ്പിച്ച രാജ്യങ്ങൾ പോലും ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ എപ്പോഴും ധാർമ്മികത പുലർത്തുന്ന ഒരു രാജ്യമാണ്, മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു രാജ്യമാണ്, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്, ആണവായുധങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന രാജ്യമാണ്, കൃത്യമായ ആണവ നയം പിന്തുടരുന്ന രാജ്യമാണ്, മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാത്ത ഒരു രാജ്യമാണ്. ഇങ്ങനെ ധാർമ്മികപരമായ ഒട്ടേറെ അന്തർദേശീയ രംഗത്ത് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിലാണ് എക്കാലവും ഇന്ത്യയെ മറ്റു രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നത്. ഇപ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലും ഇന്ത്യ നിലനിർത്തി പോകുന്ന നിലപാടുകൾക്കാണ് പ്രത്യേകിച്ച് നമുക്കറിയാം, അമേരിക്കയ്ക്കെതിരെ ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുകയാണ്, പാകിസ്ഥാന് നൽകുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്തത്. അതിന് ഉത്തരവാദിയായ ആളുകളെ നേരിട്ട് അവർക്കെതിരെ നടപടി കൈക്കൊള്ളുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ത്യ വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. നമ്മുടെ ധാരാളം പട്ടാളക്കാർ ഓരോ വർഷവും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലൊക്കെ കഴിയാവുന്ന എല്ലാ തരത്തിലും പാകിസ്ഥാന്റെ രാഷ്ട്രീയ, സാമൂഹിക, അതുപോലെ തന്നെ സൈനിക ക്രമീകരണങ്ങളും അവിടെ ഇവ എല്ലാം ചേർന്നുകൊണ്ടുള്ള അധികാര ധ്രുവീകരണങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ ഇപ്പം ഇവിടെ ഡോക്ടർ ജോസുകുട്ടി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ ആരോടൊപ്പം ചർച്ചയ്ക്ക് പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടുത്തെ ആ സാഹചര്യങ്ങൾ കൂടി ഇന്ത്യ കണക്കിലെടുത്തുകൊണ്ട് അവിടെ സിവിലിയൻ നേതൃത്വത്തിനുമായിട്ട് ചർച്ച നടത്തിയാലും, അതുപോലെ തന്നെ മിലിറ്ററി നേതൃത്വവുമായി ചർച്ച നടത്തിയാലും അത് കൂടുതൽ ഫലം കാണില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് മറ്റൊരു കുറച്ചുകൂടി സമാധാനപരമായ ഒരു നടപടിയിലേക്ക് ഇന്ത്യ പോകണമെന്നുള്ള ഇന്ത്യയുടെ ആ കാഴ്ചപ്പാടിന് എക്കാലവും മുൻതൂക്കം കിട്ടിയിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. എന്നാൽ പാകിസ്ഥാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഇതിനെ ഇപ്പോൾ ഈ ഇന്ത്യക്ക് കിട്ടിയിരുന്ന ഈ മുൻതൂക്കത്തെ ഇന്ത്യ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയതിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടത് അതിനേക്കാൾ വലിയ ഒരു ധാർമ്മിക മൂല്യം തങ്ങളിപ്പോൾ പുലർത്തുന്നു. തങ്ങളിപ്പോൾ സമാധാനത്തിന്റെ ദൂതന്മാരാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പെരുമാറണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത്. ശരി, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ അനിൽകുമാർ താങ്കളിലേക്ക്.